ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചാണ്, അഥവാ ലക്ഷ്യനിർണ്ണയം. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമവും വിജയകരവുമാക്കാൻ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ലക്ഷ്യനിർണ്ണയത്തെ അഥവാ ഗോൾ സെറ്റിങ്ങിനെ നമുക്ക് 4ആയി സംഗ്രഹിക്കാം. ഒന്നാമതായി ലക്ഷ്യനിർണ്ണയത്തിൻ്റെ അഥവാ ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി എങ്ങനെ സ്മാർട്ടായി ഗോൾ സെറ്റിംഗ് ചെയ്യാം എന്ന് മനസ്സിലാക്കാം. മൂന്നാമതായി ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്നും നാലാമതായി ഗോൾ സെറ്റിങ്ങിൽ എത്താനുള്ള ഉത്തമ മാർഗങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിൻ്റായ ലക്ഷ്യനിർണ്ണയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതായത് ഗോൾ സെറ്റിങ്ങിലൂടെ നമുക്ക് ഒരു സ്പഷ്ടത നേടാനും അതിൽ നിന്നൊരു പ്രചോദനം നേടാനും അതിലൂടെ ഒരു അടിസ്ഥാനപരമായ മുന്നേറ്റവും നമുക്ക് ഉണ്ടാവും. സ്പഷ്ടത നേടുക എന്ന് പറഞ്ഞാൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദിശയും ലക്ഷ്യവും നൽകും. അതിൽ നിന്നും ഒരു പ്രചോദനം നമ്മൾ നേടുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിലൂടെ നിങ്ങൾക്ക് പ്രചോദനവും ഉത്സാഹവും ലഭിക്കും. ഇതിലൂടെ നമുക്കുണ്ടാകുന്ന അടിസ്ഥാനപരമായ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഉയർന്ന ഉദ്ദേശങ്ങളിലേക്ക് എത്താനും സഹായിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമതായി എന്താണ് സ്മാർട്ട് ഗോൾ സെറ്റിംഗ് എന്ന് നോക്കാം. നമ്മുടെ ഗോൾ സെറ്റിംഗ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായതും സവിശേഷവുമായിരിക്കണം. ഉദാഹരണത്തിന് ഞാൻ 6 മാസത്തിനുള്ളിൽ 5 കിലോ ഭാരം കുറവ് നേടും എന്നുള്ളത്. മെഷറബിൾ ആയിരിക്കണം എന്ന് പറയാൻ നമ്മുടെ ലക്ഷ്യങ്ങൾ അളക്കാവുന്നതായിരിക്കണം. നിങ്ങൾക്ക് എത്രത്തോളം മുൻപോട്ട് പോയി എന്ന് പരിശോധിക്കാൻ കഴിയണം. ഉദാഹരണത്തിന് നാം ഓരോ മാസവും എത്ര കിലോ കുറഞ്ഞു എന്ന് പരിശോധിക്കുക. അച്ചീവബിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രാപ്തമായതും യാഥാർത്ഥ്യ പ്രധാനമായതും ആയിരിക്കണം. ഉദാഹരണത്തിന് ദൈനംദിന വ്യായാമം നടത്തിയും ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചും ഭാരക്കുറവ് നേടുക. റെലവൻ്റ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രസക്തമായ നിങ്ങളുടെ ഉയർന്ന ഉദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി. അടുത്തതായി ടൈം ബൗണ്ട് ആയിരിക്കണം എന്ന് പറയാൻ കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് ഒരു വ്യക്തമായ സമയപരിധി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് 6 മാസത്തിനുള്ളിൽ 5 കിലോ. ഇനി ഗോൾ സെറ്റിങ്ങിൻ്റെ 3ആമത്തെ പോയിന്റിലേക്ക് വരാം, അതായത് ഗോൾ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ച്. ആദ്യം തന്നെ നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതുക എന്നതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതുക. എഴുതുന്നത് അത് സാക്ഷാത്കരിക്കാനുള്ള വഴികൾ കൂടുതൽ പ്രാപ്തമാക്കും. പിന്നീട് നമുക്ക് വേണ്ടത് പ്രാഥമികമായ ഒരു ക്രമീകരണമാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നത്. ഉദാഹരണത്തിന് പേഴ്സണൽ, പ്രൊഫഷണൽ, ആരോഗ്യപരമായവ ലക്ഷ്യങ്ങൾ തുടങ്ങിയവ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രവർത്തന പദ്ധതി സജ്ജമാക്കുക എന്നത്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഒരു വ്യക്തമായ പ്രവർത്തന പദ്ധതി അഥവാ പ്ലാൻ രൂപപ്പെടുത്തുക എന്നത്. ഉദാഹരണത്തിന് ദൈനംദിന വ്യായാമം, പോഷകാഹാരം, ടൈം മാനേജ്മെൻറ്റ് എക്സെട്ര. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പതിവായി നമ്മൾ നിരീക്ഷിക്കുക. അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റം നിരീക്ഷിക്കുക. ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രഗതിയും പരിശ്രമവും പരിശോധിക്കുക. ഉദാഹരണത്തിന് മാസം 100 നമ്മൾ നിരീക്ഷിക്കുക. ഇനി ഗോൾ സെറ്റിങ്ങിൻ്റെ 4ആമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അഥവാ നമ്മുടെ ഗോൾ സെറ്റിങ്ങിലേക്ക് എത്താനുള്ള ഉത്തമ മാർഗങ്ങളാണ്. 1 വിഷ്വലൈസേഷൻ, 2 പോസിറ്റീവ് അഫർമേഷൻസ്, 3 ഗ്രാറ്റിറ്റ്യൂഡ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള ദൃശ്യങ്ങളെ മനസ്സിൽ ചിത്രീകരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ചിത്രങ്ങൾ അഥവാ ദൃശ്യങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തത് പോസിറ്റീവ് അഫർമേഷൻസ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തനാണ്, എനിക്കിത് നേടാം. അടുത്ത കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങളുടെ അതുവരെയുള്ള വഴിയിലുണ്ടായ എല്ലാ നേട്ടങ്ങൾക്കും നന്ദി പറയുക. ഇങ്ങനെ നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ അത് പോസിറ്റീവായി നിലനിർത്തും. സോ
ഗോൾ സെറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയും പ്രചോദനവും നൽകുന്നു. സ്മാർട്ട് ഗോൾസ് അഥവാ സ്പെസിഫിക് ആയത്, മെഷറബിൾ ആയത്, അച്ചീവബിൾ ആയത്, റെലവൻ്റ് ആയത്, ടൈം ബൗണ്ട് ആയത് സജ്ജമാക്കുക. പിന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്ലാൻ രൂപപ്പെടുത്തുക. അതിനെ പതിവായി നിരീക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പോസിറ്റീവ് അഫിർമേഷൻസും വിഷ്വലൈസേഷനും ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.